ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഒമാനിലെ സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മോസ്ക്യൂയിലേക്കാണ് കേട്ടോ. രാവിലെയാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പള്ളിയുടെ ആ ഒരു പുറത്തെ വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ തലയിൽ ഷാള കാര്യങ്ങളൊക്കെ ഇടണം. അതുപോലെ തന്നെ കൈയും കവറായിരിക്കണം, ഫുൾ കൈ ഡ്രസ്സ് വേണം, ഹെയർ ഒട്ടും തന്നെ കാണാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള പ്രവേശനം അവർ നൽകുകയുള്ളൂ. അതുപോലെ തന്നെ മുസ്ലിംസിന് കയറാൻ വേറെ തന്നെ എൻട്രി ഗേറ്റും കാര്യങ്ങളൊക്കെയാണ്. വിസിറ്റേഴ്സിന് കയറാൻ വേണ്ടിയിട്ട് വേറൊരു ഗേറ്റുമാണ്. അപ്പോൾ നമ്മൾ അതിലൂടെ കയറിയിട്ടുണ്ട്. അതുപോലെ വെള്ളിയാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും രാവിലെ 8 മണി തൊട്ട് 11 മണി വരെ ഇവിടെ പ്രവേശനം ഉള്ളതാണ്. ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത് 13 ഏക്കറിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ അധികം നടന്ന് കാണാനും ഉണ്ട്. 6 വർഷവും 7 മാസവും കൊണ്ടാണ് ഈ ഒരു പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു സമയം ഇതിൻ്റെ ഉള്ളിൽ 20,000 ആൾക്കാർക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. ഞാനിപ്പോൾ ഈ ഒരു പള്ളിയിൽ കാണിച്ചു തരുന്ന ഈ ഒരു തൂക്കുവിളക്കിൻ്റെ ഭാരം വരുന്നത് 98 ടണ്ണാണ്. ഈ ഒരു പള്ളി ഓപ്പൺ ആയപ്പോൾ തന്നെ 2 റെക്കോർഡുകളാണ് ഈ ഒരു പള്ളിക്ക് കിട്ടിയിട്ടുള്ളത്. ഒന്നാമത്തേത് ഈ ഒരു തൂക്കുവിളക്ക് തന്നെയാണ്. ലോകത്തിലെ 2ാമത്തെ തൂക്കുവിളക്കാണ് ഇതെന്നാണ് പറയുന്നത്. ഇതിന് ചുറ്റുമായിട്ടും ചെറിയ ചെറിയ തൂക്കുവിളക്കുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു തൂക്കുവിളക്കിൻ്റെ ഉള്ളിൽ സ്റ്റെയർ കേസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിന് എന്തെങ്കിലും കേടോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. പിന്നെ 2ാമത്തെ കാര്യം, ഇവിടെ ഇട്ടിട്ടുള്ള കാർപ്പറ്റുകളൊക്കെ ലോകത്തിലെ 2ാമത്തെ കൈകൊണ്ട് നെയ്തിട്ടുള്ള കാർപ്പറ്റുകളാണെന്നാണ് പറയുന്നത്. ഈ ഒരു പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ ഒരു കാർപ്പറ്റ്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 21 ടണ്ണാണ്. കൂടാതെ 4 വർഷം എടുത്തിട്ടാണ് ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ 2 കാര്യങ്ങൾക്കാണ് ഈ ഒരു പള്ളിക്ക് റെക്കോർഡുകൾ ലഭിച്ചിട്ടുള്ളത്. പിന്നെ പുറത്താണെങ്കിൽ അതിവിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയയും അതുപോലെ ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ചെടിയും കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ വേണ്ടിയിട്ട് പ്രത്യേക ആൾക്കാർ ഇവിടെയുണ്ട്. ഈ ഒരു പള്ളിയുടെ ഉൾഭാഗത്തേക്ക് 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കൊന്നും കയറാൻ പാടില്ല എന്നവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പള്ളിയുടെ ഉള്ളിലത്തെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു പള്ളിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളതൊക്കെ എന്തായാലും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, കാരണം ഒത്തിരി നടന്ന് കാണാനുണ്ട്. അപ്പോൾ ഇവിടെ പോയ ആരെങ്കിലും ഉണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.